എല്ലാ കാലവും സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അവരെ വല്ലാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവിടെ അവർക്ക് ദുരിതം അല്ലെങ്കിൽ അബ്യൂസിങ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന വാർത്ത നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാട് കേരളത്തിനോ പുത്തരിയല്ല. എന്നാൽ അതിൽ ഏറ്റവും മികച്ചെന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം അതിന് അനുയോജ്യമാവുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രംഗമാണ് സിനിമാ രംഗം എന്ന് പറയുന്നത്. എല്ലാ കാലങ്ങളിലും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ എല്ലായ്പ്പോഴും പഴികൾ കേട്ടിട്ടുണ്ട്. സിനിമയുടെ പിന്നാമ്പുറകളെ കഥകൾ കേട്ട് പേടിച്ചിട്ടോ അന്തം വിടുകയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ സിനിമയിൽ പ്രത്യേകിച്ചും ലേഡീസിന് അല്ലെങ്കിൽ വനിതകൾക്ക് അല്ലെങ്കിൽ നായികമാർക്കോ അല്ലെങ്കിൽ ഫീമെയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ എന്നൊരു വാർത്ത, ഒരു കിംവദന്തി എല്ലായ്പ്പോഴും സിനിമ ലോകത്തുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിൽ. നമുക്ക് മലയാള സിനിമയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത്. വേറൊന്നും കൊണ്ടല്ല, അതിനെ സാധൂകരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളുമായിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് രൂപീകരിക്കാൻ കാരണം നമ്മുടെ സർക്കാരാണെന്ന് പറഞ്ഞാലും അതിന് കാരണക്കാരായത് 2017 നടിക്കെതിരെയുള്ള കൊടൂരമായ ഒരു ആക്രമണത്തിന്റെ പിന്നാലെയാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാലവും മലയാള സിനിമയിൽ നായികമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പരസ്യമായ രഹസ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടിയായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നായികയുടെ കൂട്ടുകാരിയായിട്ടോ അല്ലെങ്കിൽ നായികയുടെ അനിയത്തിയായിട്ടോ എന്തുമായിക്കോട്ടെ ഒരു തലയൊന്ന് കാണിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ പലതരം വിട്ടുവീഴ്ചകൾക്കോ, അതോ ശാരീരികമാവാം, മാനസികമാവാം, സാമ്പത്തികമാവാം, അതിനൊക്കെ തയ്യാറാകേണ്ടി വരണം എന്നൊരു പരസ്യമായ രഹസ്യം മലയാള സിനിമയിൽ പണ്ടു മുതലേ കേൾക്കുന്നതാണ്. അതാണിപ്പോൾ മറനീക്കി കാലങ്ങൾക്കിപ്പുറം പുറത്തു വന്നിരിക്കുന്നത്. 15 ദിവസങ്ങൾക്കകം സമർപ്പിക്കണം അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ രൂപീകരിച്ച കമ്മീഷനാണ് 5 വർഷങ്ങൾക്കിപ്പുറം ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് സർക്കാർ മറച്ചുവെച്ച് അതിനുശേഷം ഇപ്പോൾ ഇതാ വിവരാവകാശ കമ്മീഷന്റെ നിർബന്ധം മൂലം അത് പുറത്തു വന്നിരിക്കുന്നത്. 300 പേജുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് 263 പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 50ഓളം പേജുകൾ അല്ലെങ്കിൽ 40ഓളം പേജുകൾ അതിനകത്ത് നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, അത് മൊഴി കൊടുത്തവരുടെ സ്വകാര്യതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഹേമ കമ്മീഷൻ വിട്ടിരിക്കുന്ന ബാക്കി പേജുകളിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വെറുതെ അവർ എഴുതിയിരിക്കുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഒരു പേപ്പർ, ഒരു PDF വിട്ടിരിക്കുന്നതല്ല. മറിച്ച് മൊഴികളുടെയും വാട്സ്ആപ്പ് മെസ്സേജുകളുടെയും ഒക്കെ സഹായത്തോടുകൂടി, നേരിട്ടുള്ള സാക്ഷിമൊഴികളുടെ സഹായത്തോടുകൂടി അവരെ ഉണ്ടാക്കിയെടുത്ത മലയാള സിനിമയുടെ മാഫിയ കഥകളുടെ അല്ലെങ്കിൽ പിന്നാമ്പറ കഥകളുടെ, അഴുക്ക് നിറഞ്ഞ സംഭവങ്ങളുടെ യഥാർത്ഥ സത്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാം നമുക്ക്, മലയാള സിനിമയിൽ മാത്രമാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന്? മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമാ രംഗത്ത് എല്ലായ്പ്പോഴും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുത്തു എന്നുള്ള വാർത്ത ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും ഇതുമൂലം മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ആത്മഹത്യയായി മാറുകയാണ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും മലയാള സിനിമയുടെ പിന്നാമ്പുറ കഥകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയല്ല. കാരണം മന്ത്രി സജി ചെറിയാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഞെട്ടിയോ എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായോ എന്നാണ് അദ്ദേഹം വളരെ കാര്യമായിട്ട് പത്രസമ്മേളനത്തിൽ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഇതൊരു പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ആ പരസ്യമായ രഹസ്യം ഇപ്പോൾ സത്യമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അസൗകര്യങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് വീമ്പ് കൊണ്ടിരുന്ന ഇൻഡസ്ട്രിയിൽ സംഭവിച്ചതെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ മലയാള സിനിമാ രംഗം തലകുനിച്ചു പോകുന്നത്. കാരണം ഇന്ന് ബോളിവുഡ് സിനിമകളെക്കാളും ദക്ഷിണേന്ത്യൻ സിനിമകൾക്ക് വളരെ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് യുവജനതകൾ, യുവനടിമാർ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, കഴിവുകളുടെ പേരിൽ, പാഷന്റെ പേരിൽ. പക്ഷേ ഇതൊന്നുമല്ല മലയാള സിനിമയിലേക്ക് വരാനുള്ള വഴിയെന്ന് തലകുനിച്ച് ലജ്ജയോടെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് സിനിമയിൽ നിന്ന് ദക്ഷിണേന്ത്യ സിനിമയുടെ വളർച്ച എന്ന് പറയുന്നത് അതിവേഗമായിരുന്നു. അതിൽ ഏറ്റവും അധികം കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കുന്നതിൽ ബോളിവുഡിന്, അതായത് നമ്മുടെ മലയാള സിനിമാ രംഗത്തിന് വല്ലാത്ത ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പലരും ആരാധനയോടെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, അതിൽ അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന
ഒരു സിനിമ രംഗം തന്നെയാണ് മലയാള സിനിമ അല്ലെങ്കിൽ മോളിവുഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എത്ര കലാമൂല്യമുണ്ടെന്ന് പറഞ്ഞാലും അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനേതാക്കളുടെ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ വ്യക്തിത്വത്തിനോ അവരുടെ ശരീരത്തിനോ മൂല്യം കൊടുക്കാത്ത ഒരു മേഖലയാണ് എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഇനി എങ്ങോട്ടാണ് മലയാള സിനിമയുടെ ഭാവി എന്താണെന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരും. ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തീർച്ചയായിട്ടും ഇതിലൂടെ പീഡനങ്ങൾ അനുഭവിച്ച കലാകാരന്മാർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.